ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ ബാച്ചിലേഴ്സിനും ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്തവർക്കൊക്കെ ടപ്പേന്ന് പറഞ്ഞ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി റെസിപ്പി ആയിട്ടോ. അപ്പം നമ്മൾ റൈസ് വേവിക്കാനുള്ള വെള്ളം സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ ഉപ്പും കുരുമുളകും മഞ്ഞപ്പൊടി ഇട്ട് ഒരു വിസിലെടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തെ കുക്കറിൽ നമ്മൾ സവാളയും ടൊമാറ്റോയും കൂടി ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് 2 വിസിലിടാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ റൈസ് കഴുകി ഊറ്റി വെച്ചു കേട്ടോ. നമ്മൾ സാലഡിലേക്കുള്ള വെജിറ്റബിൾസും പിന്നെ ചമ്മന്തിക്കുള്ള തേങ്ങയൊക്കെ തിരുമ്മി വെച്ചു. റൈസ് വേവിക്കാനുള്ള വെള്ളത്തിൻ്റെ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. പക്ഷേ സാരമില്ല, ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് നമ്മൾ പാത്രം വെച്ച് നമ്മൾ അതിലേക്ക് നെയ്യ് ഇട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ സവാള ഉപ്പ് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴറ്റി വരുമ്പോൾ നമ്മളെ സ്പൈസസ്, അതായത് ഏലക്ക, പട്ട, ഗ്രാമ്പു, ഇത് മൂന്നും ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന രീതിയിലാട്ടോ നമ്മൾ ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിലാണോ അരി അളന്നെടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയായിട്ട് ഒഴിച്ച് കൊടുക്കുക. അത് നമ്മൾ വെള്ളം തിളച്ച് വന്നതിന് ശേഷം നമ്മൾ അരി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് പോയി ഇളക്കി കൊടുക്കരുത്, കാരണം നമ്മളെ റൈസ് കുഴഞ്ഞു പോവും. അപ്പോൾ നമ്മൾ റൈസ് സെറ്റാൻ വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് ഒരു മുളക് പൊടിച്ചെടുക്കാം കേട്ടോ. നമ്മൾ കാലിക്കറ്റ് ഭാഗത്തേക്ക് മുളക് പൊടിച്ചതെന്നാണ് പറയുക. ആ സമയം കൊണ്ട് നമ്മളെ സവാളയും ടൊമാറ്റോയും നല്ല ഉഷാറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചമ്മന്തി ഉണ്ടാക്കുന്ന റെസിപ്പി ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാൻ മതിയാവും. പക്ഷേ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്തെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ചമ്മന്തിയിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു 4 അല്ലി ചുവന്നുള്ളി, ചപ്പ്, പുതിന, കരിവേപ്പില, അതൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഒരു 3 സ്പൂണ് വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഇത് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് പറഞ്ഞാൽ ഓവറായിട്ട് അടിഞ്ഞു പോകരുത്. എന്നിട്ട് നമ്മൾ പ്രീതി ചേച്ചിന് കൈ കൊടുത്തിട്ട് നമ്മൾ ചമ്മന്തി പരിവ് എല്ലാവർക്കും അറിയാലോ, നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ അപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്, നമ്മൾ അതിലേക്ക് പ്രധാനപ്പെട്ട പച്ചമുളക് ഇട്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതും ആഡ് ചെയ്ത് കൊടുക്കുക. എരിവിനനുസരിച്ച് എല്ലാവർക്കും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ ചമ്മന്തി ഇവിടെ നമ്മൾ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. താത്താണ് ചമ്മന്തി ഉണ്ടാക്കിയത്. ആ സമയം കൊണ്ട് നമ്മളെ ബിരിയാണിക്കുള്ള മസാല സെറ്റാക്കാം. നമ്മളെ റൈസ് വെന്തിട്ട് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരു പാത്രം വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് നമ്മൾ വേവിച്ച് വെച്ച ഉള്ളി, തക്കാളി, നമ്മൾ എല്ലാം ഓൾറെഡി വേവിച്ച് വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. പക്ഷേ ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞ ബിരിയാണി നമുക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്കും ഉണ്ടാക്കാമെന്ന്. അപ്പം നമ്മൾ അതിലേക്ക് തട്ടി കൊടുത്ത് പിന്നെ നമ്മൾ എന്താ പറയുക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചപ്പ്, പുതിന, കരിവേപ്പില, പച്ചമുളക് പേസ്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും തട്ടി കൊടുത്ത്. പിന്നെ നമ്മൾ ആവശ്യത്തിന് നമുക്ക് തൈര്, പുളിക്കനുസരിച്ച് അതൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഫസ്റ്റിൽ തന്നെ ഇട്ട പൗഡർ നമ്മളെ പെരുംജീരകമില്ലേ, അതാണ് നമ്മളൊരു 3 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അതൊന്ന് മിക്സായി വരുമ്പോൾ നമ്മൾ അടുത്ത പൊടി, അതായത് ബിരിയാണി മസാല, അതും ഒരു 3 സ്പൂൺ ഇട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് എന്താ പറയുക, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ, എരിവിനനുസരിച്ച്. അതൊക്കെ ഓരോരുത്തർ എരിവിനനുസരിച്ചാണ്. പിന്നെ എന്താ പറയുക, മഞ്ഞൾപ്പൊടി നമ്മൾ ഈ വെജിറ്റബിൾസ് വേവിക്കുമ്പോൾ, അതായത് ഉള്ളിയും തക്കാളിയും വേവിക്കുമ്പോൾ ആദ്യം ഇട്ടേം കൊണ്ട് പിന്നെ ഇടേണ്ട ആവശ്യമില്ല. ഇന്ന് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ലേശം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ ചിക്കൻ അതിലേക്ക് തട്ടി കൊടുക്കാം. നമ്മൾ ഓൾറെഡി എല്ലാം വേവിച്ചത് കൊണ്ട് ഒരുപാട് ഒന്നും വേവണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ബിരിയാണി തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ചിക്കനും നമ്മുടെ എന്താ പറയുക എല്ലാ മസാലയും ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് മിക്സാക്കി എടുക്കുക. അതിലേക്ക് നമ്മൾ ഒരു മുറി നാരങ്ങ പിഴിഞ്ഞ് വെച്ചത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടോ. അതൊക്കെ ഓപ്ഷണലാണ്. പുളി വേണമെന്നുള്ളവർ മാത്രം അത് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ പുളി കുറഞ്ഞ തൈരായിരുന്നു ഇവിടെ എടുത്തത്, അതുകൊണ്ട് ഒരു അരമുറി നാരങ്ങയും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സാക്കി നമ്മൾ ദമ്മിടാനുള്ള പരിപാടിയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കുറവുണ്ടോയെന്ന് ടേസ്റ്റ് നോക്കാനൊക്കെ ഉമ്മ തന്നിട്ടുണ്ട്. അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുകൾ തോന്നുന്നുണ്ടെങ്കിൽ അത് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വാഴൻ്റെ കീറി നമ്മൾ ചിക്കൻ മസാലേൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. എന്നതിന് ശേഷം നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച റൈസ് കുറച്ചായിട്ട് നമ്മൾ പരത്തി നല്ല പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമ്മൾ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് ഒന്നായിട്ട് തട്ടി നമ്മൾ സെറ്റാക്കി ലെവലാക്കിയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ആയിട്ടുള്ള നമ്മളെ പണി എന്താ വെച്ചാൽ, നമ്മളെ ബിരിയാണി മസാല ഇല്ലേ, ഗരം മസാല, ഇത് ഓപ്ഷണലാണെന്ന് പറയാൻ പാടില്ല. പക്ഷേ എന്താ വെച്ചാൽ ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷേ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇത് മസ്റ്റാണ്, നമ്മൾ ടേസ്റ്റ് കൂട്ടുന്നൊരു ഇതാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഇട്ട് കൊടുക്കുക. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ദമ്മിടാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം നമ്മൾ അടുപ്പത്തൊരു എല്ലാം ഓൾറെഡി വെന്ത സാധനം ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരം നിൽക്കേണ്ട, ഒരു 10 മിനിറ്റ്സ് നമുക്ക് ദമ്മിടാം. അപ്പോൾ നമ്മളെ സൂപ്പർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഇത്ര പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കിയത് വിചാരിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു.